എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വർഷഫലം 2026, ധനുരാശിഫലം 2026. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, കരിയർ, ബിസിനസ്, വിവാഹം, കുടുംബം, സാമ്പത്തികം തുടങ്ങിയ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഈ വർഷം എങ്ങനെ ഉന്നതിയുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കൂടാതെ 2026 ഗ്രഹസംക്രമണങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ചില ലളിതമായ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നു. ആദ്യം ആരോഗ്യം. 2026 ധനുരാശി ഫലമനുസരിച്ച് വർഷം മുഴുവനും നിങ്ങൾ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാണ്. 4ാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനവും ജന്മരാശിയിൽ ദൃഷ്ടി വരുന്നതും വർഷം മുഴുവൻ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. ഇത് ക്ഷീണം, മാനസിക സമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. വ്യാഴത്തിന്റെ ഗുണകരമായ രാശിമാറ്റം ഈ അവസ്ഥയ്ക്ക് കുറവുണ്ടാകുവാൻ സഹായിക്കും. ജനുവരി മുതൽ ജൂൺ 2 വരെ നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇത് ഒരു സംരക്ഷണം പോലെ പ്രവർത്തിക്കുകയും ഈ സമയം മൊത്തത്തിലുള്ള ആരോഗ്യം നല്ലതായി നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യും. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴം 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഈ സ്ഥാനം ആരോഗ്യത്തിന് നല്ലതല്ല. ഈ സമയത്ത് മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യം നിലനിർത്തുവാനും അസുഖങ്ങൾ വരുന്നത് തടയുവാനും പതിവായി വ്യായാമം, യോഗ, ധ്യാനം എന്നിവ ഒരു പരിധിവരെ ഗുണം ചെയ്യും. ഒക്ടോബർ 31 ശേഷം വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറും. ഇത് വീണ്ടും നിങ്ങളുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കും. വിദ്യാഭ്യാസം. ഈ വർഷം വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും അനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കും. ചൊവ്വ പൊതുവെ അനുകൂലമായി തുടരും. എങ്കിലും ഏപ്രിൽ 2 മുതൽ മെയ് 11 വരെ 4ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും സെപ്റ്റംബർ 18 മുതൽ നവംബർ 12 വരെ 8ാം ഭാവത്തിൽ നീചക്ഷേത്രത്തിൽ ചൊവ്വ ദുർബലമായിരിക്കുമ്പോഴും പഠനകാര്യങ്ങളിൽ തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ട്. ധനുരാശിയുടെ അധിപനും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാരകനുമായ വ്യാഴം ജനുവരി മുതൽ ജൂൺ 2 വരെ പഠനത്തെ അനുകൂലിക്കും. ഇത് 1, 3, 11 ഭാവങ്ങളെ സ്വാധീനിക്കുകയും ബുദ്ധി, ആസൂത്രണം, ഭാവന എന്നിവയ്ക്ക് ബലം നൽകി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ ഉച്ചബലമുള്ള വ്യാഴം കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണപരമായ ഫലം നൽകും. എന്നാൽ ശ്രദ്ധയില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മോശം ഫലങ്ങൾ നേരിടേണ്ടി വരും. പ്രാഥമിക വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന ബുധൻ വർഷത്തിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. മൊത്തത്തിൽ 2026 വർഷം വിദ്യാഭ്യാസം നേടുന്നതിന് ഏറെക്കുറെ അനുകൂലമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചിട്ടയുള്ള വിദ്യാർത്ഥികൾ നല്ല ഫലങ്ങൾ നേടാൻ സാധ്യതയുണ്ട്. ബിസിനസ്. 2026 ധനുരാശിക്കാർക്ക് ബിസിനസ് വളർച്ച മിതമായ രീതിയിലായിരിക്കും. നിങ്ങളുടെ 10ാം ഭാവത്തിന്റെ അധിപനായ ബുധൻ വർഷം മുഴുവൻ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഫലങ്ങളെ നൽകും. എന്നാൽ ശനിയുടെ 7ാം ഭാവത്തിലെ ദൃഷ്ടി പുരോഗതിയെ പതുക്കെയാക്കിയേക്കാം. അതുകൊണ്ട് ജാഗ്രതയും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയും അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നല്ല അറിവുണ്ടെങ്കിൽ പോലും അമിതമായ ആത്മവിശ്വാസം, ശ്രദ്ധയില്ലാത്ത പെരുമാറ്റം, മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കൽ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. ജനുവരി മുതൽ ജൂൺ വരെ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇത് നിങ്ങളുടെ ബിസിനസ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാൻ സഹായിക്കും. എങ്കിലും ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴം 8ാം ഭാവത്തിലേക്ക് മാറും. ഈ സമയത്ത് ബിസിനസ്സിൽ റിസ്ക് എടുക്കുന്നതോ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതോ ഒഴിവാക്കേണ്ടതാണ്. ഒക്ടോബർ 31 ശേഷം വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം നിങ്ങളുടെ ബുദ്ധിശക്തിയും തീരുമാനമെടുക്കുവാനുള്ള കഴിവും വർദ്ധിപ്പിക്കും. ഇത് ബുദ്ധിപരമായ തീരുമാനങ്ങൾക്കും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും. വർഷം മുഴുവനും ക്ഷമയോടെയും ജാഗ്രതയോടെയും ചിന്തിച്ച ശേഷവും പ്രവർത്തിക്കുക. അപകടകരമായ പരീക്ഷണങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായ വളർച്ച നിലനിർത്തുവാനും നിങ്ങളുടെ ബിസിനസ്സിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നേടുവാനും കഴിയും. കരിയർ. ധനുരാശിക്കാർക്ക് ഈ വർഷം ശരാശരിയേക്കാൾ നല്ല കരിയർ സാധ്യതകൾ ഉണ്ടാകും. കാരണം നിങ്ങളുടെ കരിയർ ഭാവത്തിന്റെ അധിപനായ ബുധൻ വർഷം മുഴുവനും അനുകൂല ഫലം നൽകും. നിങ്ങളുടെ 6ാമത്തെ ഭാവത്തിന്റെ അധിപനായ ശുക്രനും ഗുണഫലങ്ങൾ നൽകും. ഇത് ജോലിയിൽ വിജയവും അംഗീകാരവും ലഭിക്കുവാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. എങ്കിലും ശനി, കേതു, വ്യാഴം എന്നിവയുടെ സ്വാധീനം കാരണം ഇടയ്ക്കിടെ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫലമായി ചില നല്ലതും ചീത്തയുമായുള്ള ഫലങ്ങൾ ലഭിക്കും. 2026 ഫെബ്രുവരി 3 ഏപ്രിൽ 30 ഇടയിൽ പുതിയ ജോലി അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
എന്നാൽ ഈ സമയത്ത് ജോലി മാറാതിരിക്കുവാനും നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ സഹപ്രവർത്തകരുമായി മാന്യമായി സംസാരിക്കുവാനും ശ്രദ്ധിക്കണം. ഏപ്രിൽ 11 മുതൽ ഏപ്രിൽ 30 വരെ 4-ാം ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം പൊതുവെ നല്ലതാണെങ്കിലും ബുധന് നീചരാശി സ്ഥിതിയും ശനിയുമായി ചേർച്ചയും ഉണ്ടാകുന്നതുകൊണ്ട് അത് സങ്കീർണതകൾ ഉണ്ടാക്കിയേക്കാം. സാമ്പത്തികം. 2026 ധനുരാശി ഫലം അനുസരിച്ച് ഈ വർഷം സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായിരിക്കും. നേട്ടങ്ങളുടെ അധിപനായ ശുക്രൻ ഭൂരിഭാഗം സമയത്തും അനുകൂലമായ നിലയിലായിരിക്കും. ഇത് സ്ഥിര വരുമാനത്തെ കാണിക്കുന്നു. ജനുവരി മുതൽ ഫെബ്രുവരി 1 വരെ ശുക്രൻ മൗഢ്യാവസ്ഥയിലായത് കാരണം വരുമാനത്തിൽ ചെറിയ കുറവുകൾ ഉണ്ടാകാം. മെയ് 14 മുതൽ ജൂൺ 8 വരെയും ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 2 വരെയുമുള്ള സമയങ്ങളിൽ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ശനിയുടെ 3-ാം ഭാവാധിപത്യം സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ നല്ലതാണ്. എന്നാൽ 4-ാം ഭാവത്തിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം നല്ല സമ്പാദ്യം നേടാൻ നിങ്ങളെ സഹായിക്കില്ല. വ്യാഴത്തിന്റെ സ്ഥാനം ജനുവരി മുതൽ ജൂൺ 2 വരെ 7-ാം ഭാവത്തിലും ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ 8-ാം ഭാവത്തിലും അതിനുശേഷം 9-ാം ഭാവത്തിലും നിങ്ങളുടെ സമ്പത്തിന്റെ ഭാവത്തെ അനുകൂലമായി അനുഗ്രഹിക്കുകയും സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. മൊത്തത്തിൽ 2026 ധനുരാശിക്കാർക്ക് സ്ഥിരതയുള്ള നല്ല സാമ്പത്തിക വർഷമായിരിക്കും. ശ്രദ്ധയോടെ ചെലവുകൾ നിയന്ത്രിച്ച് സ്ഥിരമായ പരിശ്രമം നടത്തുകയാണെങ്കിൽ നല്ല വരുമാനം നിലനിർത്തുവാനും സാമ്പത്തിക വളർച്ച നേടുവാനും സാധിക്കും. പ്രണയജീവിതം. ധനുരാശിക്കാരുടെ പ്രണയജീവിതം മിക്കവാറും സ്ഥിരതയുള്ളതായിരിക്കും. വർഷം മുഴുവനും ശരാശരി നിലയിലുള്ളതോ അതിലും മെച്ചപ്പെട്ട ഫലങ്ങളോ ആയിരിക്കും. നിങ്ങളുടെ 7-ാം ഭാവത്തിന്റെ അധിപനായ ചൊവ്വ പ്രണയകാര്യങ്ങളിൽ ശക്തമായ പിന്തുണ നൽകില്ല. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയുമില്ല. ഏപ്രിൽ 2-നും മെയ് 11-നും ഇടയിലും ഓഗസ്റ്റ് 2-നും നവംബർ 12-നും ഇടയിലും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. അതുകൊണ്ട് ശാന്തമായിരിക്കുന്നതും വഴക്കുകൾ ഒഴിവാക്കുന്നതും ഈ സമയത്ത് നല്ലതാണ്. വ്യാഴം നിങ്ങളുടെ ബന്ധങ്ങളിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും. ജനുവരി മുതൽ ജൂൺ 2 വരെ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഐക്യവും പരസ്പരം മനസ്സിലാക്കുവാനുള്ള കഴിവും വർദ്ധിപ്പിക്കും. ഇത് വിവാഹം പ്ലാൻ ചെയ്യുന്നവരെ പോലും പിന്തുണച്ചേക്കാം. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിൽ വ്യാഴത്തിന്റെ സ്വാധീനം നിഷ്പക്ഷമായിരിക്കും. എന്നാൽ ഒക്ടോബർ 31-ന് ശേഷം അത് നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രണയകാര്യങ്ങളെ വീണ്ടും ശക്തമായി പിന്തുണയ്ക്കും. മൊത്തത്തിൽ ചില ശ്രദ്ധ വേണ്ട കാലഘട്ടങ്ങൾ ഒഴികെ 2026 വർഷം ധനുരാശിക്കാർക്ക് പ്രണയത്തിലും ബന്ധങ്ങളിലും അനുകൂലമായിരിക്കും. വിവാഹം. 2026 വിവാഹം, ദാമ്പത്യ ജീവിതം എന്നിവയുടെ കാര്യത്തിൽ ധനുരാശിക്കാർക്ക് പൊതുവെ ഗുണകരമായിരിക്കും. ജനുവരി മുതൽ ജൂൺ 2 വരെയുള്ള വ്യാഴത്തിന്റെ സ്വാധീനം വിവാഹ സാധ്യത വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാര കാലഘട്ടങ്ങൾ നല്ലതാണെങ്കിൽ. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴത്തിന്റെ പിന്തുണ കുറവാണെങ്കിലും ഒക്ടോബർ 31-ന് ശേഷം വ്യാഴം വീണ്ടും അനുകൂലമാകും. ലഗ്നത്തിലും 5-ാം ഭാവത്തിലുമുള്ള ദൃഷ്ടി ശുഭകരമാണ്. ഈ സമയത്ത് കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങൾക്ക് പിന്തുണ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിവാഹ ജീവിതം മിക്കവാറും യോജിപ്പോടെ തുടരും. കാരണം വലിയ ദോഷകരമായ സ്വാധീനങ്ങളൊന്നും 7-ാം ഭാവത്തെ ബാധിക്കുന്നില്ല. ചില പ്രത്യേക സമയങ്ങളിൽ ജാഗ്രത പാലിക്കണം. കാരണം അപ്പോൾ ചൊവ്വയും ശനിയും ചെറിയ വഴക്കുകൾക്ക് കാരണമായേക്കാം. ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ ജനുവരി 1 മുതൽ 16 വരെ, ഏപ്രിൽ 2 മുതൽ മെയ് 11 വരെ, ഓഗസ്റ്റ് 2 മുതൽ നവംബർ 12 വരെ. ക്ഷമ, വ്യക്തമായ ആശയവിനിമയം എന്നിവയിലൂടെ ധനുരാശിക്കാർക്ക് 2026 വിവാഹത്തിനും ബന്ധങ്ങൾക്കും ഗുണകരമായ ഒരു വർഷമായിരിക്കും. കുടുംബജീവിതം. 2026 ധനുരാശിക്കാർക്ക് കുടുംബജീവിതത്തിൽ ചില നല്ലതും ചില മോശവുമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടെ വരാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ വഷളാകാതെ പരിഹരിക്കാൻ മുൻകരുതലോടെ കാര്യങ്ങളെ സമീപിക്കണം. 2-ാം ഭാവത്തിന്റെ അധിപൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ക്ഷമയും ശാന്തമായ സംസാരവും യോജിപ്പ് നിലനിർത്തുവാൻ സഹായിക്കും. ജനുവരി 16 മുതൽ ഫെബ്രുവരി 23 വരെയും ഏപ്രിൽ 2 മുതൽ മെയ് 11 വരെയുമുള്ള സമയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. മൊത്തത്തിൽ കുടുംബജീവിതത്തിൽ യോജിപ്പും സമാധാനവും നിലനിർത്താൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 2026 ധനുരാശിക്കാർക്ക്. ഭൂമി, സ്വത്ത്, വാഹനം. 2026 നിങ്ങൾക്ക് ഭൂമിയും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ 4-ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം
വർഷം മുഴുവനും അനുകൂലമായി തുടരും. ജനുവരി മുതൽ ജൂൺ 2 വരെ വ്യാഴം നിങ്ങളുടെ 7ാം ഭാവത്തിലായിരിക്കും. ഇതൊരു നല്ല സ്ഥാനമായിരിക്കും. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴം ഉച്ചരാശിയിൽ പൂർണ്ണ ബലത്തോടുകൂടിയിരിക്കുന്നത് സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ നല്ല ഗുണഫലം നൽകും. ഈ സമയം വീട് പണിയുന്നവർ ക്ഷമയും വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമവും കാണിക്കണം. ഭൂമി, പ്ലോട്ടുകൾ അല്ലെങ്കിൽ പണിപൂർത്തിയായ വീട് വാങ്ങാൻ പദ്ധതിയിടുന്നവർ വാങ്ങുന്നതിന് മുമ്പ് എല്ലാ രേഖകളും ശ്രദ്ധയോടെ പരിശോധിക്കണം. 4ാം ഭാവത്തിലെ ശനി ചില തടസ്സങ്ങൾ ഉണ്ടാക്കുവാനിടയുണ്ട്. പ്രതിവിധികൾ: ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യുന്നത് തടസ്സങ്ങൾ മാറുവാനും കാര്യസാധ്യത്തിനും ഗുണം ചെയ്യും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഹരി ഓം.